ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി ഫാർമ. നമ്മുടെ കുരുമുളക് ബഡ്ഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ പേരൻറ് സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് ഉണ്ടാകുന്ന കുരുമുളക് നോക്കി തന്നെ നമ്മൾ ബഡ് ചെയ്യാനുള്ള വിത്തുകൾ അതിൽ നിന്ന് എടുക്കണം. ഈ ബഡ് ചെയ്യാൻ വേണ്ട സംഭവങ്ങൾ തന്നെയാണ്. ഇത് നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതുപോലെ ഒരു ബഡിൻ്റെ ടൈപ്പ് വേണം. ഇത് നമുക്ക് ഓൺലൈൻ ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നല്ല മൂർച്ചയുള്ള ഒരു കത്തി. ഇതുപോലെയുള്ള കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ബ്ലേഡ് മാറ്റി ഇടാം. അപ്പോൾ ഇതിൻ്റെ മൂർച്ച പറയുമ്പോൾ നമുക്ക് മാറ്റിയിടാം. അതുപോലെ ഈ 2 സാധനം ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ബഡ്ഡിങ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ. അപ്പം ഇത് കണ്ടോ, ഇത് നിങ്ങൾ നോക്കിയാൽ നന്നായിട്ട് കുരുമുളക് ഉണ്ടാകുന്ന ഒരു തൈയാണ്. പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളകാണ്. ഇതിൽ നിന്നാണ് ഞാൻ മിക്കതും ഫാമിലോട്ട് ബഡ് ചെയ്തിട്ടുള്ളത്, ഇവിടുന്ന് എടുത്തിട്ടാട്ടോ. അപ്പം ഇത് ഏകദേശം ഇതേപോലെ കണ്ടോ നീണ്ടു കിടക്കുന്ന വള്ളികളുണ്ട്. ഇതുപോലെയുള്ള വള്ളികൾ എടുത്ത് നമ്മൾ ബഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുരുമുളക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം താഴത്ത് അതുപോലെ വള്ളികൾ കിടക്കുന്നുണ്ട്, അതെടുത്ത് നമ്മൾ ബഡ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെയുള്ള ഇങ്ങനെ താഴത്തോട്ട് കിടക്കുന്ന വള്ളികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുരുമുളക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ കണ്ടിച്ചെടുക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ബഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലോട്ട് പോയിട്ട് ഇത് ബഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഫാമിലോട്ടുള്ള വഴി ഇതാട്ടോ. ഇതിപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാട് വഴി പോണോട്ട് തോന്നും കേട്ടോ. ഇത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമ്മുടെ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കറിയാലോ, വഴിയും കാര്യങ്ങളൊക്കെ എപ്പോഴും പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചു കിടക്കും. ഇത് ഇന്നലെ നമ്മുടെ ഫാമിൽ നിന്ന് ചാണാൻ ഒക്കെ കൊണ്ടുവന്ന തെങ്ങിനും അടക്കാമരത്തിനും ഒക്കെ ഇടാനായിട്ട്. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് വഴിയൊക്കെ കുളമായി കിടക്കുവാണ്. നിങ്ങൾ നേരത്തെ കണ്ടുകൂട്ടല്ലോ, നേരത്തെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഇത് മൊത്തം കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഇതിപ്പോൾ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തു കേട്ടോ. ഏകദേശം ഫുള്ള് ക്ലീൻ ചെയ്തു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബഡ്ഡിങ്ങും കാര്യങ്ങളെല്ലാം. നമ്മളങ്ങനെ നമ്മുടെ ഫാമിലെത്തി കേട്ടോ. നമ്മൾ ഇതുപോലെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണിത്. ഇപ്പം ഇവിടെ ബ്രസീലിയൻ കൊളിബ്രിയം നട്ടേക്കണതാണ്. നമുക്ക് ബഡ് ചെയ്യണത് കാണാം. ഇത് ബ്രസീലിയൻ കൊളിബ്രിയം ഇനത്തിൽപ്പെട്ട ചെടിയാട്ടോ. ഇത് ഓൾറെഡി നേരത്തെ ഒരെണ്ണം നട്ടായിരുന്നു, അപ്പോൾ അത് ഉണങ്ങിപ്പോയി. നമ്മൾ ബഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടില്ല, അങ്ങനെ ഉണങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അതിൻ്റെ അടിയിൽ നിന്ന് കിളുത്ത് വന്നതാട്ടോ. കാരണം ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടിയാണ്. ഇത് നമ്മൾ ചെടി സെലക്ട് ചെയ്യുമ്പോൾ ബഡ് ചെയ്യേണ്ട ഒരു പൊസിഷൻ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഏകദേശം ഞാനിവിടെ ചെയ്യുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വെള്ളം കയറുന്ന സ്ഥലമായ കാരണം വെള്ളം കയറാത്തതിൻ്റെ ആ ഒരു പൊക്കം കണക്കാക്കിയാണ് ബഡ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഹൈറ്റിൽ ഇത് വളർത്തിയത്. ഈ ഹൈറ്റ് വളർത്തുമ്പോൾ തന്നെ നമുക്കിത് ബഡ് ചെയ്യേണ്ട ഒരു പൊസിഷൻ നോക്കണം. ഇപ്പോൾ ഈ ഒരു പൊസിഷനൊന്നും നമുക്ക് ബഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തീരെ കിളുന്ത് ഭാഗമായത്. ഇത് നമ്മളിങ്ങനെ വളച്ചു നോക്കുമ്പോൾ പെട്ടെന്നങ്ങ് വളയുന്ന സ്ഥലത്ത് നമ്മൾ ബഡ് ചെയ്യരുത്. ഏകദേശം ഒരു ചെറിയൊരു ഇത് കണ്ടോ, ഇതിപ്പോൾ ഏകദേശം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇവിടെയും ബഡ് ചെയ്യാം. ഇതും ഏകദേശം ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ബഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഈ ഒരു പൊസിഷനിൽ ബഡ് ചെയ്യുമായിരിക്കും. ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബഡ് ചെയ്യാൻ കറക്റ്റ് ഒരു പൊസിഷനാണ്. നമുക്ക് കൈകൊണ്ട് വളയ്ക്കുമ്പോൾ ഏകദേശം വളഞ്ഞു കിട്ടും, പെട്ടെന്ന് വളയത്തുമില്ല, അത്യാവശ്യം കട്ടിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ നമുക്ക് ബഡ് ചെയ്യാം. അതുപോലെ തന്നെ കുരുമുളക് നമ്മൾ എടുത്തുകൊണ്ട് വന്നായിരുന്നല്ലോ, അത് ഏകദേശം നമുക്ക് ഒരു മുട്ട് കിട്ടിയാലും മതി. ഇപ്പം ഞാൻ ബഡ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ 2 മുട്ടിട്ടിട്ടാണ് ബഡ് ചെയ്യാറുള്ളത്. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് ഒരു മുള വരാൻ വേണ്ടി, അതുപോലെ തന്നെ ഇവിടുന്ന് മുള വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. 2 മുള വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അത് കാരണം നമുക്ക് 2 മുള ഇട്ടിട്ട് ബഡ് ചെയ്യാം. ഈ രീതിയിൽ കണ്ടിച്ചെടുക്കുക. എന്നിട്ട് ഈ നമ്മൾ ബഡ് ചെയ്യേണ്ട പോർഷൻ ഇതുപോലെ കണ്ടിച്ച് ക്ലീൻ ചെയ്യുക. അത് ഇതേ ആകൃതിയിൽ നമ്മൾ ചെത്തിയെടുക്കുക. ഇങ്ങനെ കനം കുറഞ്ഞ് വരണം, എന്നാൽ അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് സീറ്റ് ചെയ്ത് ഇരുന്നോളുന്നു. ഇപ്പോൾ ഈ ഒരു ഏകദേശം ഈ ഒരു പൊസിഷനിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇലയൊന്നും നമുക്ക് ആവശ്യമില്ല, ഈ ഇലയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു പൊസിഷൻ നമുക്ക് എടുക്കാമെന്നുള്ളത്. അതും ഏകദേശം നമ്മൾ കണ്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് കണ്ടിക്കാൻ ശ്രദ്ധിക്കണം. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് കണ്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ
ചെറുതായിട്ട് നമുക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറക്റ്റായിട്ട് ഈ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. ഇതേ രീതി. അപ്പോൾ ഈ ഒരു പൊസിഷൻ കണ്ടോ, ഇത് ഏകദേശം ഒരേപോലെ ഇരിക്കണം. ഏതെങ്കിലും ഒരു സൈഡ്, രണ്ട് സൈഡ് നമുക്ക് ഒരേപോലെ ആക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് വലുതും ഇത് ചെറുതുമാണല്ലോ, വണ്ണം കുറവ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതേ ആകൃതിയിൽ ചേർന്ന രീതിയിൽ ഇതുപോലെ ആക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡിൻ്റെ ഒപ്പം നമുക്ക് പലതും മേടിക്കാൻ കിട്ടും ഓൺലൈനായിട്ട്. ഇതേപോലെ റോളായിട്ടുള്ള മേടിച്ചുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഏകദേശം എന്തോരം നീളം വേണം അത്രയും നീളത്തിന് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലം ബഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് നീളത്തിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കെട്ടാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത് ഏകദേശം ഈ ഒരു നീളത്തിൽ എടുക്കുക. ഇതേ രീതിയിൽ താഴത്തുനിന്ന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടുവരിക. അത്യാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, കൈകൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. ടൈറ്റ് ചെയ്ത് അത്യാവശ്യം മുകളിലോട്ടും ശരിക്കും ചുറ്റണം. കാരണം വെള്ളം ഒരു രീതിയിൽ ഇറങ്ങരുത്. ഇപ്പം മഴ ഇടയ്ക്കിടയ്ക്കുള്ള കാരണം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോവും. ബഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരിക്കലും വെള്ളം ഇറങ്ങരുത്. ഈ രീതിയിലായിക്കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചങ്ങ് നീട്ടണം. നമുക്കിതുപോലെ വലിച്ച് നീട്ടാൻ പറ്റും. ആ നീട്ടിയിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ ചുറ്റിക്കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കെട്ടുക. അറ്റം വല്ല നമ്മൾ കത്തി വെച്ച് ചെറുതായിട്ട് കണ്ടിച്ചു കൊടുക്കുക. ഈ ബഡിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ആരെയും വിളിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബഡിങ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ബഡിങ്, ഇത്രയേ ഉള്ളൂ ബഡിങ്. നമ്മൾ ബഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, വെള്ളം ഇറങ്ങാതിരിക്കണം. അത്യാവശ്യം ഒരു കവർ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇടുക, ഈർപ്പം വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ബഡിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കും. പക്ഷേ ബഡിങ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാം. അപ്പം കൂട്ടുകാരെല്ലാവരും ഒരു കാര്യം കൂടെ ഹെൽപ്പ് ചെയ്യണം. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പം ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലാണ് എനിക്ക് പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.